കോഴിക്കോട് പന്തീരാങ്കാവ് ദേശീയപാതയിൽ ടോൾ പിരിവിന് എതിരെ കോൺഗ്രസിന് പ്രതിഷേധമുണ്ടായി. റോഡ് തടഞ്ഞ് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. നാളെയും സമരം തുടരുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ അറിയിക്കുന്നത്. കോഴിക്കോട് ദേശീയപാതയിലെ ഒളവണ്ണ ടോൾ പ്ലാസയിൽ ഇന്ന് മുതൽ പിരിവ് ആരംഭിച്ചു. ഇന്ന് രാവിലെ 8 മണി മുതലാണ് അധികൃതർ പിരിവ് ആരംഭിച്ചിട്ടുള്ളത്. എന്നാൽ ഇങ്ങനെ ടോൾ പിരിക്കുന്നതിനെതിരെ വലിയ പ്രതിഷേധമാണ് കോൺഗ്രസ് പ്രവർത്തകർ ഇന്നിവിടെ നടത്തിയത്. എട്ട് മണിക്ക് പിരിവ് ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ ടോൾ പ്ലാസയിൽ എത്തുകയും പിരിവ് തടസ്സപ്പെടുത്തുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ വാഹനങ്ങളെ പിരിവീടാക്കാൻ സമ്മതിക്കാതെ കടത്തിവിടുകയായിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ ചെയ്തത്. ടോൾ പിരിവ് തടഞ്ഞതോടുകൂടി കോൺഗ്രസ് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടിയിലേക്ക് പോലീസ് കടന്നു. DCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരെയാണ് പൂർണ്ണമായും അറസ്റ്റ് ചെയ്ത് നീക്കിയത്. അതിനുശേഷം ടോൾ പിരിവ് വീണ്ടും ആരംഭിക്കുകയും ചെയ്തു. ഹൈലൈറ്റ് മാളിന്റെ സമീപത്ത് ഹൈവേ ഇടിഞ്ഞിട്ട് പോലും ഇന്ന് 3 ലൈനുള്ള ആ മേഖലയിൽ ഇന്ന് 1 ലൈൻ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ സർവീസ് റോഡിൽ കാൽനട യാത്രക്കാർക്ക് പോലും യാത്ര ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുള്ളത്. എന്ത് വില കൊടുത്തും ഈ സമരം ശക്തമായി മുന്നോട്ട് പോകും. അഴിയൂർ മുതൽ വെഗള വരെയുള്ള റീച്ചിന്റെ പണി പൂർണ്ണമായും പൂർത്തീകരിക്കുക, സർവീസ് റോഡിന്റെ പണി പൂർത്തീകരിക്കുക, ഈ പ്രദേശവാസികൾക്ക് ടോൾ അടയ്ക്കാതെ ഇതിലൂടെ യാത്ര ചെയ്യാൻ സൗകര്യപ്പെടുക. ഈ 3 ആവശ്യങ്ങളേ ഉള്ളൂ. അത് അംഗീകരിക്കും വരെ എത്ര പോലീസ് വന്നാലും പ്രതിഷേധ പാരമ്പര്യമായി കോൺഗ്രസ് വരും. ഒരുപാട് വാഹനങ്ങൾ നീണ്ട നിരയായി കിലോമീറ്ററുകളോളം വന്ന ഒരു സാഹചര്യമുണ്ടായി. ആ സമയത്ത് പോലീസ് ഇടപെട്ട് തന്നെ ടോൾ പിരിക്കാതെ വാഹനങ്ങൾ കടത്തി വിടുകയും ചെയ്തു. അങ്ങനെ നിശ്ചിത സമയത്തിനുള്ളിൽ വാഹനങ്ങൾ കടത്തിവിടാൻ കഴിഞ്ഞില്ലെങ്കിൽ ടോൾ പിരിക്കാതെ വാഹനങ്ങൾ കടത്തി വിടണമെന്ന കോടതി ഉത്തരവുള്ളതാണ്. അതുപ്രകാരമാണ് അങ്ങനെ ഒരു നടപടി ഉണ്ടായത്. പിന്നീട് വാഹനങ്ങളുടെ തിരക്ക് കുറഞ്ഞതിന് ശേഷമാണ് വീണ്ടും പിരിവ് ആരംഭിച്ചത്. ടോളിനെതിരല്ല, എന്നാൽ പണി പൂർത്തിയാക്കാതെ ഈ രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നതിന് എതിരാണ്. അത് സമ്മതിക്കില്ല എന്നാണ് പ്രവർത്തകർ പറയുന്നത്. നാളെ വിപുലമായ സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. ക്യാമറമാൻ ഷിജിൻ നരിപ്പറ്റയ്ക്കൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.